അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരു സന്തോഷ വാർത്തയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്ന ഒരു പ്രസ്താവനയാകുന്നു അത്. എല്ലാവരും അറിയണം, ലോകത്തുള്ള എല്ലാ മനുഷ്യരും അറിയണം. കുറ്റം ചെയ്തവരും നന്മ ചെയ്തവരും കുറ്റത്തിൻ്റെ കൂമ്പാരം കൂട്ടി ചെയ്തുകൊണ്ട് അതിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നവരും അറിയേണ്ട ഒരു വലിയ സുവിശേഷമാകുന്നു, സന്തോഷ വാർത്തയാകുന്നു, അള്ളാഹുവിൻ്റെ വാഗ്ദാനമാകുന്നു ഇന്ന് നാം പറയുന്നത്. എന്താണത്? റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു വചനം, വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും. അള്ളാഹു നിങ്ങളുടെ പശ്ചാത്താപങ്ങൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക് സഹോദരന്മാരെ, എത്രമാത്രം തെറ്റുകളും തിന്മകളുമാണ് നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത്. എന്തെല്ലാം കാര്യങ്ങളാണ് പടച്ച തമ്പുരാൻ നമ്മളോട് കൽപ്പിച്ചിട്ട് നാം ചെയ്യാതിരുന്നത്. അള്ളാഹു അടുക്കരുത്, കാണരുത്, തൊടരുത്, എടുക്കരുത്, പിടിക്കരുത്, ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള എത്ര കാര്യങ്ങളാണ് നാം ചെയ്തു കൂട്ടിയത്. ഇതെന്നെല്ലാം തന്നെ കണക്ക് പറഞ്ഞുകൊണ്ട് നാളെ പരലോകത്ത് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സാധ്യമായ ഒരു കാര്യമാണോ അത്? ഒരിക്കലും സാധ്യമല്ല സഹോദരന്മാരെ. നമ്മ അത്രമാത്രം കുറ്റം ചെയ്തിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഒരേ ഒരു കുറ്റത്തിൻ്റെയും തെറ്റിൻ്റെയും കാരണമായിക്കൊണ്ട് സ്വർഗ്ഗലോകത്ത് നിന്ന് നേക്കുമായി പുറത്താക്കി. ഇനിയൊരു ജീവിതത്തിൻ്റെ ഒരു അവസരം ലഭിക്കുമ്പോൾ ആ തെറ്റ് തീർച്ചയായും എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയൊരു അവസരം കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ആദം നബി അലൈഹി സ്വലാമിയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് ഒരൊറ്റ കുറ്റത്തിൻ്റെ പേരിലാണ്, ഷിർക്കിൻ്റെ പേരിലല്ല, വിദഅത്തിൻ്റെ പേരിലല്ല, ഒരു അനുസരണക്കേടിൻ്റെ പേരിൽ. നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം അനുസരണക്കേടുകൾ നാം ചെയ്യുന്നുണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിനുള്ള വലിയ ഒരു തുറവിയാണ് ഈ ആയത്തിലൂടെ നമുക്ക് ലഭിച്ചത്. അഥവാ അള്ളാഹു ഇതാ നമ്മിലേക്ക് തിരിനോട്ടം നടത്താൻ ഉദ്ദേശിക്കുന്നു, നമ്മുടെ പാപങ്ങളെ പുറത്തു തരാൻ ഉദ്ദേശിക്കുന്നു. പക്ഷേ നാം പൊറുക്കലിനെ തേടേണ്ടതുണ്ട്, നാം അള്ളാഹുവിനോട് പശ്ചാത്തപിക്കേണ്ടതുണ്ട്, നാം കണ്ണു നിറഞ്ഞുകൊണ്ട് കയ്യുയർത്തിക്കൊണ്ട് പടച്ച തമ്പുരാനോട് അങ്ങേയറ്റം ഇസ്തിഗ്ഫാർ തേടേണ്ടതുണ്ട്. ഇസ്തിഗ്ഫാർ തേടി അല്ലാഹുമ്മ അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്, അല്ലാഹുമ്മ അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്, അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈക്. ഇസ്തിഗ്ഫാർ നേടിക്കൊണ്ട് തൗബ ചൊല്ലിക്കൊണ്ട് പടച്ച തമ്പുരാനിലേക്ക് നാവ് കൊണ്ടല്ല, ഹൃദയം കൊണ്ട് ആ തൗബ ചെല്ലുന്ന ആളെ സംബന്ധിച്ചിടത്തോളം 3 കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ചെയ്തു പോയ കുറ്റത്തിൽ നിന്ന് പരിപൂർണമായി ഒഴിവാകേണ്ടതുണ്ട്. രണ്ടാമതായി മനസ്സിൽ അങ്ങേയറ്റത്തെ ഖേദമുണ്ടാകേണ്ടതുണ്ട്. മൂന്നാമതായി ഒരിക്കലും ഇനി അതിലേക്ക് തിരിച്ചു പോവുകയില്ലെന്ന് ദൃഢനിശ്ചയം ഉണ്ടാകേണ്ടതുണ്ട്. ഈ 3 കാര്യങ്ങൾക്ക് ശേഷം മനുഷ്യരോടാണ് നാം കുറ്റം ചെയ്തത് എങ്കിൽ അവരുടെ അടുത്ത് പോയിക്കൊണ്ട് അവരുടെ നഷ്ടപരിഹാരം നൽകിക്കൊണ്ടായിരിക്കണം പശ്ചാത്താപം തേടേണ്ടത്. തൗബ അള്ളാഹു സ്വീകരിക്കാൻ കാത്തിരിക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ഗ്രന്ഥത്തിൽ ഏറ്റവും അധികം അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി എന്ന് വർദ്ധിപ്പിക്കുവാൻ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഓർക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.